എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ ആ ബീച്ച് സൈഡിൽ അങ്ങനെ കിടക്കുകയാണ്. അതിനുശേഷം അവൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കും. അപ്പൊ അവന്റെ തൊട്ടടുത്തായിട്ട് ആ 1000 സണ്ണി കപ്പൽ കാണും. ഞാനിപ്പോ എവിടെയാ, എന്റെ ഫ്രണ്ട്സ് അവരെവിടെ പോയെന്നൊക്കെ ചിന്തിക്കുമ്പോഴായിരിക്കും ഒരു സിംഹം അതങ്ങനെ ഫൈറ്റ് ചെയ്ത് തെറിച്ചു വരികയാണ്. ലൂഫി ആണെങ്കിൽ ഷോക്കായിട്ട് അതിനെ തന്നെ നോക്കും. സിംഹം ആണെങ്കിൽ ആ കപ്പല് നൈസായിട്ട് ഇടിച്ച് അങ്ങനെ നിൽക്കും. അത് കണ്ട് കൺട്രോൾ പോയ നമ്മുടെ ലൂഫി, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കപ്പലിൽ പോയി ഇടിക്കും, എന്റെ കപ്പലിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ വെറുതെ വിടില്ലെന്ന് പറഞ്ഞ് അതിന്റെ അടുത്തേക്ക് വരികയാണ്. ലൂഫി ആണെങ്കിൽ അതിനെ അടിമുടി ഒന്ന് നോക്കും. ഇത് പൂച്ചയാണോ പട്ടിയാണോ അതോ വേറെന്തെങ്കിലും ആണോ എന്നൊക്കെ ചോദിച്ച് അതിനെ പരിശോധിക്കുമ്പോഴായിരിക്കും കാട്ടിൽ നിന്ന് മറ്റൊരു ആനിമല് സ്ക്വാഡൊക്കെ ആയിട്ട് പുറത്തേക്ക് വരിക. വാവ്, ഇവിടുത്തെ മൃഗങ്ങളൊക്കെ വെപ്പൻസ് ഒക്കെ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുമല്ലേ. അപ്പോ ഞാൻ അന്വേഷിച്ചു വന്ന ആ വാനോ കിങ്ഡം അത് മറ്റേതും അല്ല, ഇത് തന്നെയാണ്. ഞാൻ കറക്റ്റായിട്ട് ഇവിടെ എത്തി. അടുത്ത നിമിഷം വീണ്ടും അവറ്റകൾ വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ പോരാട്ടം. ലൂഫി ആണെങ്കിൽ അവരുടെ ഫൈറ്റൊക്കെ കണ്ട് അത് ആകാംക്ഷയോടുകൂടെ നോക്കി നിന്ന് ആസ്വദിക്കുകയാണ്. ഒരു കാര്യം ലൂഫി തീർത്തു പറയും, നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നൊക്കെ കൊള്ളാം, പക്ഷേ എൻ്റെ കപ്പൽ 1000 സണ്ണി അതിനെന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ രണ്ടുപേരും വിവരം അറിയുമെന്ന് പറഞ്ഞ് അവൻ എങ്ങനെയാണ് അവിടേക്ക് എത്തിയെന്ന് അവൻ ഒരു സെക്കൻഡ് ആലോചിക്കും. ആക്ച്വലി അവര് ആ ഒരു 2 ഫിഷുകളെയും പിടിച്ച് വാട്ടർഫോളിലൂടെ മുകളിലേക്ക് കയറി വന്നു. പക്ഷെ എന്താ, വെള്ളം വമ്പ ഫോഴ്സിൽ കപ്പലിന് നേർ കാഞ്ഞടിക്കുകയാണ്. ഒരുപാട് ബുദ്ധിമുട്ടി മുകളിലേക്ക് എത്തിയ അവര് വലിയൊരു ചുഴിയിലേക്കായിരിക്കും അങ്ങനെ വന്ന് വീഴുക. ലൂഫി ആണെങ്കിൽ എല്ലാവരോടും കപ്പലിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറയും. കാരണം അടുത്ത ഏത് ഐലാൻഡ് ഉണ്ടോ അവിടേക്ക് അവര് പോയി പതിക്കാൻ പോവാണ്. ആഞ്ചി ആണെങ്കിൽ എയർ വാക്ക് ചെയ്യാൻ തയ്യാറാവും. അതിന് അവൻ നാമിയെ അവന്റെ നെഞ്ചോട് കൂടെ ചേർത്ത് പിടിക്കും. അത് കണ്ട ക്യാരറ്റ് പെണ്ണാണെങ്കിൽ അവന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. പ്ലീസ് എന്നെയും കൂടെ നിന്നോടൊപ്പം ചേർക്കാൻ പറഞ്ഞ് അവളും അവനെ അങ്ങനെ ടൈറ്റ് ആയിട്ട് ഹഗ് ചെയ്ത് പിടിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ചോപ്പർ അവൻ പൊട്ടിക്കരഞ്ഞ് ഇപ്പൊ സാഞ്ചോട് റിക്വസ്റ്റ് ചെയ്യുക, പ്ലീസ് ദയവ് ചെയ്ത് എന്നെയും കൂടെ നീ ഇവിടുന്ന് കൊണ്ടുപോകണം. നിന്റെ കാലിന്റെ ഒരറ്റത്ത് പിടിക്കാനുള്ള അവകാശം അതെങ്കിലും നീ എനിക്ക് തരണം. സാഞ്ചി ആണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ഓൾറെഡി 2 പേരെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകണം, നിന്നെ കൂടെ കൂട്ടിയാ അത് ഓവർ വെയിറ്റ് ആവുമെന്ന് പറയും. അത് കേട്ട് ചോപ്പർ അവൻ പൊട്ടിക്കരയും. അടുത്ത നിമിഷം സാഞ്ചി അവനെ നോക്കി ചിരിച്ച്, ഞാൻ വെറുതെ പറഞ്ഞതാണ്, നീ എന്റെ കാലില് ടൈറ്റായിട്ട് പിടിക്കാൻ പറയും. ചോപ്പർ ആണെങ്കിൽ ഹാപ്പി ആയിട്ട് അവന്റെ കാലിൽ ടൈറ്റായിട്ട് പിടിക്കുമ്പോഴായിരിക്കും ബ്രൂക്ക് അവൻ ചാടി വന്ന് ഇപ്പൊ നമ്മുടെ സാഞ്ചിയെ പുറകിൽ ടൈറ്റായിട്ട് ഹഗ് ചെയ്യുക. ഇപ്പൊ ശരിക്കും അവൻ ഓവർ വെയിറ്റ് ആയി. യു ആർ അൺബിലീവബിൾ ബ്രൂക്ക്, നീ എന്തായി ചെയ്യണേ? നിന്നെ കൊണ്ട് ഈസി ആയിട്ട് കടലിലൂടെ നടന്നു പോകാൻ കഴിയില്ലേ, പിന്നെന്തിനാ നീ എന്റെ തോളത്ത് കയറണേ? പക്ഷെ ബ്രൂക്ക് ആണെങ്കിൽ പിടിവിടില്ല. എനിക്ക് പേടിയാണ്, എന്തെങ്കിലും എനിക്ക് സംഭവിക്കും. ഇങ്ങനെയുള്ള ചുഴിയുടെ കുറുകെ ഒന്നും ഞാൻ നടന്നിട്ടില്ല. വേറെ വഴിയില്ലാതെ ഇപ്പൊ നമ്മുടെ സാഞ്ചി അവരുമായിട്ട് എയർവാക്ക് ചെയ്തു പോവും. ലൂഫി ആണെങ്കിൽ ഹൈറ്റിലേക്ക് എടുത്തു ചാടാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ആ ഓക്ടോപ്പസ് അവനെ വന്ന് റൗണ്ട് ചെയ്ത് കടലിലേക്ക് കൊണ്ടുപോവാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് അല്പസമയം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോ ലൂഫി കരയിലും. ലൂഫിക്കാണെങ്കിൽ ഇപ്പൊ അവന്റെ ഫ്രണ്ട്സിനെ കണ്ടെത്തണം. അതിനുള്ള ഏക വഴി അവര് കൊടുത്തയച്ച ആ വിബ്രു കാർഡാണ്. ലൂഫി ആണെങ്കിൽ ക്യാപ്പിന്റെ ഇടയിൽ വെച്ച വിബ്രു കാർഡ് അതെടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അത് അവന് നഷ്ടപ്പെട്ടു. അവൻ കടലിൽ മുങ്ങിയ സമയം ആ വിബ്രു കാർഡ് അത് കടലിൽ എവിടെയോ വെച്ച് ഒഴുക്കിൽപ്പെട്ടു പോയി. ഓ നോ, അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ലൂഫി നിലവിളിക്കും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ സോറോ അവൻ ഫൈറ്റ് ചെയ്ത് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ പൊട്ട കത്തി അത് തവിട് പൊടിയായിരിക്കുകയാണ്. പിന്നെ ഒന്നും നോക്കില്ല, അവൻ സ്ട്രെയിറ്റ് ആയിട്ട് അവന്റെ സ്ക്വാഡ്സിന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം ആ സ്ക്വാഡുകൾ കയ്യിലെടുത്ത് ഒരു ഡ്രാഗൺ മൂവ്മെന്റ് അത് തന്നെ അവർക്ക് മുൻപിൽ നടത്തുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ കാട്ടില് 2 പേര് അവരാണെങ്കിൽ ഒരു കുഞ്ഞു പെണ്ണിനെ ചാക്കിലടച്ച് അങ്ങനെ കാട്ടിലൂടെ കടന്നു പോവാണ്. ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്ന ഇവർ 2 പേരും കൈഡോയുടെ അസിസ്റ്റൻസ് ആണ്. കൊസുക്കി ഫാമിലിയിലെ ഒരു മെമ്പറാണ് ആ പെൺകുട്ടി. അവളാണെങ്കിൽ അവരെ വെല്ലുവിളിച്ചതിനെ തുടർന്നാണ് അവളെ ഒരു ചാക്കിലാക്കി അവിടുന്ന് കൊണ്ടുപോവാ. കൈഡോയുടെ ആൾക്കാര് കൊസുക്കി ഫാമിലിയെ ഒരു ഈവിൾ ഫാമിലി ആയിട്ടാണ് കരുതുന്നത്. അവർ 2 പേരും ഇപ്പോ കടൽക്കരയിലേക്ക് എത്തുകയാണ്. അവിടെ അവർ ലൂഫിയെയും നമ്മുടെ 1000 സണ്ണി കപ്പലും കാണും. മാത്രമല്ല ആ 2 മൃഗങ്ങള് അവറ്റകൾ ഫൈറ്റ് ചെയ്യുന്നത് കാണും. ഉടനെ അവരാണെങ്കിൽ ഹോക്കിൻസ് എന്ന് പറയുന്ന ഏതോ ഒരുത്തിന് ഇൻഫർമേഷൻ അങ്ങനെ പാസ് ചെയ്യുകയാണ്. അടുത്ത നിമിഷം അവര് ഗണ്ണെടുത്ത് ലൂഫിയെ എയിം ചെയ്യാണ്. ലൂഫി അങ്ങനെ ടേൺ ചെയ്ത് അവരെ ടെററായിട്ട് അങ്ങനെ നോക്കും. ലൂഫിക്കാണെങ്കിൽ നന്നായിട്ട് മനസ്സിലാവും 2 പേര് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ പോയിന്റ് ചെയ്യാണെന്ന്.
ഒരുത്തനാണെങ്കിൽ ലൂഫിയെ ഷൂട്ട് ചെയ്യും. പക്ഷെ നമ്മുടെ ലൂഫി അവൻ നൈസായിട്ടൊന്ന് ടേൺ ചെയ്ത് ആ ബുള്ളറ്റിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അതിനുശേഷം ഈ അങ്ങനെ നീട്ടി അവനെ ആഞ്ഞൊരട്ടി. മറ്റൊരു ഭാഗത്തുനിന്ന് വേറൊരു വില്ലൻ ലൂഫിയെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ അതിന്റെ ഒരു ബുള്ളറ്റ് പോലും ലൂഫിയുടെ ബോഡിയിൽ ടച്ച് പോലും ചെയ്യില്ല. ലൂഫി ആണെങ്കിൽ ആ വില്ലനെ ഒരൊറ്റ ചവിട്ടിന് താഴെ ഇടുകയാണ്. അവന്റെ കയ്യിലുണ്ടായിരുന്ന വലിയ ചാക്ക് അത് തെറിച്ചു പോവും. അതിലാണെങ്കിൽ ഒരു വയലറ്റ് കുഞ്ഞിപ്പെണ്ണ്. അവളാണെങ്കിൽ ചാക്ക് തെറിച്ചു വീണ്ട താമസം ആ ചാക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഉഷാറായിട്ട് ഓടും. കിട്ടിയ വില്ലനാണെങ്കിൽ അവന്റെ അടിമയായ ഒരു പക്കൂണിനോട് ഇപ്പോ ലൂഫി അറ്റാക്ക് ചെയ്യാൻ പറയും. പക്കൂണാണെങ്കിൽ ഇപ്പൊ ലൂഫിയുടെ അടുത്തേക്ക് വന്ന് ടെററായിട്ട് നിൽക്കും. ലൂഫി ആണെങ്കിൽ സിമ്പിളായി അവന്റെ ഹോക്കി പവർ ഉപയോഗിക്കും. ആ ഒരു പവറിൽ പക്കൂണും ആ ലയണും കുട്ടികൾ രണ്ടും പൂച്ചക്കുട്ടികളെ പോലെ അങ്ങനെ വാലുവാട്ടി നിൽക്കുകയാണ്. വില്ലനാണെങ്കിൽ അത് കണ്ട് കൺട്രോൾ പോവും. അവൻ വീണ്ടും എന്റെ ഗണ്ണൊക്കെ ലോഡ് ചെയ്ത് ലൂഫിക്ക് നേരെ എയിം ചെയ്യും. അപ്പോഴായിരിക്കും ആ വയലറ്റ് കുഞ്ഞിപ്പെണ്ണ് അവള് ചാടി വീണ് ഒരു മരക്കട്ട എടുത്ത് അവന്റെ തലയ്ക്കൊരട്ടി. പക്ഷെ ആ വില്ലന്റെ തലയിലാണെങ്കിൽ ഹെൽമെറ്റ് ഉണ്ട്. അതുകൊണ്ട് കാര്യമായിട്ട് അവനൊന്നും സംഭവിക്കാതെ അവൻ ആ കുഞ്ഞിപ്പെണ്ണിനെ പിടിക്കാൻ പിന്നാലെ ഓടും. അതുകൊണ്ട് ലൂഫി ആണെങ്കിൽ അവനെ ചവിട്ടി തെറിപ്പിക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഹാപ്പി ആയിട്ട് കൈയൊക്കെ ഉയർത്തും. ലൂഫി അവളെ ആശ്വസിപ്പിക്കും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. അതിനവള് ഹാപ്പിയായി അവളുടെ മുഖത്ത് നിന്ന് പോലെ എന്തോ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കും. അതിനുശേഷം അത് ആ പക്കൊണ്ട് കഴിക്കാൻ കൊടുക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. കണ്ണിമ ചിമ്മാതെ അവൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ ഉറ്റു നോക്കുകയാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ആ സെറ്റ് കാണിക്കും. സിറ്റിയിലുള്ള ജനങ്ങളെല്ലാവരും ഇപ്പൊ സോറോയെ കുറിച്ചായിരിക്കും പറയുക. നമ്മളെല്ലാവരും പേടിച്ച ആ സീരിയൽ കില്ലറിനെ അവനെ കണ്ടെത്തി. അവൻ ആ സോറോ ആണ്. സോ നമ്മളെല്ലാവരും വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ആണെങ്കിൽ ആ ന്യൂസ് കേട്ട് ഞെട്ടുകയാണ്. ഫ്രാങ്കി ആണെങ്കിൽ അത് സോറോ തന്നെയാണോന്ന് അറിയാൻ ഇപ്പോ അവരോട് കുറിച്ചുള്ള ചില അടയാളങ്ങളൊക്കെ ചോദിക്കുകയാണ്. അവന്റെ കയ്യിൽ 3 സ്ക്വാഡ് ഉണ്ടായിരുന്നോ? അവനെ കാണാൻ ഗ്ലാമർ ആയിരുന്നോ? അവരാണെങ്കിൽ അതെ, അവന്റെ കയ്യിൽ 3 സ്ക്വാഡ് ഉണ്ടായിരുന്നു എന്ന് പറയും. അത് കേൾക്കുമ്പോൾ തന്നെ ഫ്രാങ്കിക്ക് അത് സോറോ ആണെന്ന് മനസ്സിലാവും. ഫ്രാങ്കി ആണെങ്കിൽ ജോലിയൊന്നും ചെയ്യാൻ നിൽക്കുന്നത് കണ്ട ആ സീനിയർ കാർപ്പൻറ്റർ ആളാണെങ്കിൽ ഇപ്പൊ ഫ്രാങ്കിയെ നോക്കി ദേഷ്യപ്പെടും. യു ആർ അൺബിലീവബിൾ. നീ ഇവിടെ കൊച്ചു വർത്താനം പറഞ്ഞ് നിൽക്കുകയാണോ? മര്യാദയ്ക്ക് ജോലി ചെയ്യ്. അത് കേട്ട് ഫ്രാങ്കി ആണെങ്കിൽ അവന്റെ ജോലി തുടരാണ്. മാത്രമല്ല അവന് സോറോയോടുള്ള ദേഷ്യം കൂടും. കാരണം വളരെയധികം കൂടെ ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഈ ഒരു ഗ്രാമത്തിൽ നിൽക്കാനാണ് എല്ലാവരോടും പറഞ്ഞത്. ഇപ്പൊ സോറോ അവൻ ഏകദേശം അവന്റെ ഐഡന്റിറ്റി റിവീൽ ആക്കി കഴിഞ്ഞു. എല്ലാവരുടെയും മുൻപിൽ ഇപ്പൊ ഒരു കൊലയാളിയാണ്. ഇനി എന്താ ചെയ്യാന്ന് ആലോചിച്ച് ഫ്രാങ്കി കൺഫ്യൂസ്ഡ് ആവും. മറ്റൊരു ഭാഗത്ത് റോബിൻ ആൻഡ് ടീം അവരും ഇപ്പൊ സോറോയെ കുറിച്ചുള്ള ആ വാണ്ടഡ് പോസ്റ്റർ കാണുകയാണ്. റോബിൻ ആണെങ്കിൽ സെക്കൻഡ് പകച്ചുപോയി ആ പോസ്റ്ററിലേക്ക് കണ്ണും തള്ളി നോക്കി നിൽക്കും. അതിന് ഗ്രാൻഡ് ആണെങ്കിൽ അവളോട് ചോദിക്കും, നിനക്ക് ഇവനെ അറിയാമോ? അതിനവള് ഒരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്ത്, അയ്യോ ഇല്ല എനിക്കിവനെ അറിയില്ല, ഞാൻ അവൻ ആരാണെന്ന് എന്താണെന്നും കൃത്യമായിട്ട് നോക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നു പോവും. ഇവിടെ ഉസോപ്പാണെങ്കിൽ സോറോയുടെ വാണ്ടഡ് പോസ്റ്റർ അത് കണ്ട് തലയ്ക്ക് കൈ കൊടുക്കുകയാണ്. ഓ നോ, ഇവൻ വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ചെന്ന് വീണോ? ഇങ്ങനെ പോവാണെങ്കിൽ നമ്മുടെ പ്ലാനിങ് അതെല്ലാം ചളകൊളാവും. ഒസോപ്പിന്റെ എക്സ്പ്രഷനൊക്കെ കണ്ട് ഒരു പോലീസ് ഓഫീസർ അവന്റെ മൂക്കോട് കൂടെ അവനെ ലോക്ക് ചെയ്യും. അതിന് ഉസോപ്പ് പറയും, ആയിട്ടും എനിക്ക് ഇവനെ കുറിച്ച് ഒന്നും അറിയില്ല. എനിക്ക് ആക്ച്വലി 12 മക്കളുണ്ട്. അതിൽ മൂത്ത മകന് 8 വയസ്സാണ്. പോലൊരു സീരിയൽ കില്ലറുള്ള ഈ ഒരു സിറ്റിയിൽ എൻ്റെ മക്കളെ ഞാനെങ്ങനെ പുറത്തേക്ക് അയച്ചുവിടും? ദയവ് ചെയ്ത് അവനെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് നമ്മുടെ ഉസോപ്പാണെങ്കിൽ പൊട്ടിക്കരയും. അത് കണ്ട് ആ പോലീസ് ഓഫീസറും കരയാണ്. അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇപ്പൊ പോലീസ് ഓഫീസേഴ്സ് അവരെല്ലാവരും ആ ഗ്രാമത്തിന്റെ ഓരോ ഭാഗത്തും സോറോയെ അരിച്ചു പെറുക്കാണ്. സോറോ ആണെങ്കിൽ പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഇല്ലാതെ അവന്റെ വാർഡഡ് പോസ്റ്ററൊക്കെ നോക്കി ഡ്രിങ്ക്സ് കഴിക്കും. മറ്റൊരു ഭാഗത്ത് ആ കുഞ്ഞിപ്പെണ്ണ് അവളുടെ മുഖത്ത് നിന്ന് ക്രിയേറ്റ് ആക്കിയ ആ ഒരു ഉണ്ട അത് ആ പക്കയുടെ വായിലേക്ക് വലിച്ചെറിയും. അതിന്റെ വായിൽ പോകേണ്ട താമസം അവൾ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും അത് കേൾക്കാനായിട്ട് തുടങ്ങും. അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കുഞ്ഞിപ്പെണ്ണ് അങ്ങനെ തുള്ളിച്ചാടുകയാണ്. അവൾക്കും ഡബിൾ ഫ്രൂട്ടിന്റെ പവർ ഉണ്ട്. അവൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ബോള് ഏതെങ്കിലും അനിമൽസിനോ അനിമൽ നേച്ചർ ഉള്ളവർക്കോ കൊടുക്കുകയാണെങ്കിൽ അവരെ ഒറ്റകൾ ഈസി ആയിട്ട് അവളെ കൊണ്ട് അവളുടെ പെറ്റാക്കി മാറ്റാൻ കഴിയും. ലൂഫി ആണെങ്കിൽ ആ കുഞ്ഞിപ്പെണ്ണിനോട് ചോദിക്കും, ഇതാണോ ലാൻഡ് ഓഫ് വാനോ? അതിനവള് പറയും അതെ, പക്ഷെ അല്പം കൂടെ അകത്തേക്ക് പോകണം. കേട്ട് ലൂഫി ആണെങ്കിൽ ഹാപ്പിയായി ടെററായിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.